ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. അപ്പം ഞങ്ങൾ ഇന്ന് ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ദം ബിരിയാണിയാണ്. അപ്പോൾ ഇതിലേക്ക് ഉള്ളി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അത് മിക്സ് ചെയ്തത്, പിന്നെ മറ്റേ പുതിയനയിലയും പച്ചമുളകൊക്കെ കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടിട്ട് വഴറ്റുകയാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മളിനി അത് വഴറ്റിയതിന് ശേഷം ഇനി പുതിയനയിലയും പച്ചമുളകും കൂടിയിട്ട് മിക്സിയിലിട്ട് അടിച്ചത് നമ്മൾ അതിലേക്കിട്ട് ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക കേട്ടോ. ഇങ്ങനെ ഇളക്കി അത് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിനി മല്ലിപ്പൊടി ഇടണം. മല്ലിപ്പൊടി കുറച്ച് ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്യുക. പൊടികളൊക്കെ ഇടണ്ടേ, അപ്പോൾ അത് മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് മിക്സ് ചെയ്യുക. പിന്നെ മഞ്ഞൾപ്പൊടി ഇടുക. മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അതുപോലെ മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിങ്ങനെ കുറേ നേരം ഇങ്ങനെ ഇളക്കി കൊടുക്കുക, മിക്സ് ചെയ്യുക നന്നായിട്ട്. പിന്നെ കുരുമുളക് പൊടിയാണ് ഇടണത്. കുരുമുളക് പൊടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. അങ്ങനെ മിക്സ് ചെയ്തിട്ട് നമുക്ക് മറ്റേ പട്ട ഗ്രാമ്പൂ അത് കടലൊക്കെ മേടിക്കാൻ കിട്ടില്ലേ, അത് പൊടിപ്പിച്ചിട്ട് അതിലിടുക. കുറച്ചിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. അങ്ങനെ തക്കാളിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കിയതിന് ശേഷം ഇങ്ങനെ വഴറ്റിയിട്ട് ഉള്ള ശേഷമുള്ളത് കാണിക്കണം കേട്ടോ. അതിനുശേഷം തൈര് നന്നായിട്ട് അതിലേക്ക് ഇട്ടിട്ട് കുറച്ചൊരു പാക്കറ്റ് തൈരാണെങ്കിൽ അതിൻ്റെ പകുതി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒരു പ്രത്യേക ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മൾ ഉരുളിയിലൊക്കെ വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ദം ബിരിയാണിക്കൊക്കെ. അങ്ങനെ ഇളക്കിയതിന് ശേഷമുള്ള ആഫ്റ്റർ വ്യൂ ആട്ടോ അത്. നമ്മളിങ്ങനെ ഇളക്കിയപ്പോൾ ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ കൈവിടാതെ ഇളക്കണം. അങ്ങനെ ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ അപ്പോൾ ഇനി അതിലേക്ക് ചിക്കനാണ് ഇടുന്നത്. ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് 4 കിലോ ഉണ്ടാവും. ഞങ്ങൾ 10 പേർക്കുള്ള ദം ബിരിയാണിയാണ് ഉണ്ടാക്കണത്. അപ്പോൾ ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇട്ടതിന് ശേഷം നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്യണം. നന്നായി മിക്സ് ചെയ്തിട്ട് എല്ലാവരും അടിയിൽ നിന്നൊക്കെ എടുത്തിട്ട് നന്നായി മറിച്ച് മിക്സ് ചെയ്യുക. അങ്ങനെ കൈവിടാതെ മിക്സ് ചെയ്തതിന് ശേഷം അതിൽ മസാല എല്ലാ സ്ഥലത്തേക്കും എത്തണ പോലെ മിക്സ് ചെയ്യാം. അങ്ങനെ ആവശ്യത്തിന് മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പിടുക. കല്ലുപ്പ്, ഞങ്ങളിപ്പോൾ കല്ലുപ്പാണ് ഉള്ളത്. അപ്പോൾ ചിക്കനിലേക്ക് ആവശ്യമുള്ള കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പിട്ടതിന് ശേഷം നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും ആവണ പോലെ ഇളക്കി കൊടുക്കുക. അങ്ങനെ ഇളക്കിയിട്ട് മസാലയൊക്കെ എല്ലാ സ്ഥലത്തേക്കും പിടിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കണം. വെള്ളം ഒഴിച്ചതിന് വേവണ്ടേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നന്നായി വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് വേവാനുള്ള വെള്ളം ഒഴിച്ചിട്ട് അത് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വിടാം. കുറേ കഴിഞ്ഞാൽ കണ്ടില്ല ഇതുപോലെ തിളച്ച് വരും. നമ്മൾ എന്നിട്ട് ഒരു 5-10 മിനിറ്റ് നമ്മൾ ഇങ്ങനെ ഇളക്കിയതിന് ശേഷം മൂടി വെക്കണം കേട്ടോ. പിന്നെ ഇത് സലാഡിന് അതാണ് കുക്കുമ്പറും സവോളയൊക്കെ. പിന്നെ ബസ്മതി റൈസാണ് ഞങ്ങൾ എടുത്തേക്കണത്. നമുക്കിഷ്ടമുള്ള ഇതാണ് സലാഡ്. പിന്നെ കുറച്ച് പൈനാപ്പിൾ അരിഞ്ഞൊക്കെയാണ് കേട്ടോ ബിരിയാണിയിലേക്ക്. ഈ ബിരിയാണിക്കൊക്കെ ചെറുതായിട്ട് പൈനാപ്പിൾ ഇടുമ്പോൾ നല്ല ടേസ്റ്റ്, ചെറുതാക്കിയിട്ട് അരിച്ചിട്ട്. അപ്പോൾ ദം ബിരിയാണി ആയിട്ടോ. ബിരിയാണി ആയതിന് ശേഷം റൈസൊക്കെ വേറൊരു പാത്രത്തേക്ക് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ പാത്രത്തേക്ക് ഇട്ടാണ്. ലെഗ് പീസും ഒക്കെ ഉണ്ട്. അങ്ങനെ അപ്പോൾ ബിരിയാണിയായി. അങ്ങനെ ബിരിയാണിയൊക്കെ സെറ്റായി. ഞങ്ങൾ ബിരിയാണി എല്ലാവരും കഴിച്ചു. ചിക്കൻ കാലിന് വേണ്ടിയിട്ട് അടിയാണ്. അങ്ങനെ അത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പിന്നെ ബൈ, ടാറ്റാ.